നമസ്കാരം. ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഷബീർ അഹമ്മദ് ലോൺ എന്ന് പറയുന്ന ഒരു എലിറ്റി ഭീകരനെ, ലഷ്കർ ഇ തോയ്ബ ഭീകരനെ ഇന്ന് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത് ഇയാളെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നത് സംബന്ധിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഒരു വിഭാഗം ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഇയാളെ ദില്ലി പോലീസ് ദില്ലി സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, ആ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞ് കയറുന്ന രീതിയിൽ ഒരു ഘട്ടത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. ഇങ്ങനെ വേറിട്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും എവിടെ നിന്നായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ റിപ്പോർട്ടിൻ്റെ അവസാനം ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത നമുക്ക് കൈവരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം എവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. എന്തായാലും ഈ ഷബീർ അഹമ്മദ് ലോൺ എന്ന് പറയുന്ന ലഷ്കർ ഇ ഭീകരൻ, ഇയാളൊരു കൊടും ഭീകരവാദിയാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഉന്നത നേതൃത്വവുമായും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. ISI നിശ്ചയിക്കുന്ന കാര്യക്രമങ്ങളെല്ലാം LETക്ക് വേണ്ടി നടത്തിക്കൊടുക്കുന്ന ആളുകൂടിയാണ് ഈ ഭീകരൻ. ഇയാൾ നേരത്തെ തന്നെ ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ഭീകരനാണ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ഒരു ഭീകര പ്രവർത്തകനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഒരാളാണ് ഈ ഷബീർ അഹമ്മദ് ലോൺ. ഈ ഷബീർ അഹമ്മദ് ലോൺ 2007 ഒരു തവണ ഭീകര പ്രവർത്തനം നടത്തിയതിന് ഇന്ത്യയിൽ അറസ്റ്റിലായിരുന്നു. നമുക്കറിയാം, അതിനുശേഷം ഇന്ത്യയുടെ നീതിന്യായ കോടതികളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കേസ് വരുന്നു. അതിനുശേഷം 2019 ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നു. എന്തായാലും ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കോടതികൾ അവധാനത കാണിക്കണമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഷബീർ അഹമ്മദ് ലോൺ. 2019 ജാമ്യത്തിലിറങ്ങിയ ഇയാൾ നേരെ വിദേശത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനിലേക്കല്ല പോയത്, ബംഗ്ലാദേശിലേക്കാണ് പോയത്. ബംഗ്ലാദേശിൽ പോയി ധാക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ വീണ്ടും ഒരു നിമിഷം പാഴാക്കാതെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഭീകരവാദ മൊഡ്യൂളുകൾ ഉണ്ടാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു ഭീകരനാണ് ഈ പറയുന്ന ഇന്ന് പിടിയിലായിട്ടുള്ള ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പിടിയിലായിട്ടുള്ള ഷബീർ അഹമ്മദ് ലോൺ. ഇയാൾക്ക് എങ്ങനെയാണ് വീണ്ടും ഇയാൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ റഡാറിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞുപോയ ഫെബ്രുവരി മാസത്തിൽ ദില്ലിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ദില്ലിയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ പാക് അനുകൂല അതുപോലെ തന്നെ ഭീകരവാദത്തിന് അനുകൂലമായ സ്ഫോടനാത്മകമായ പല വിവരങ്ങളും അടങ്ങിയ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു. ദില്ലിയുടെ സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ജൻപഥ്, ഇങ്ങനെയുള്ള നിരവധി തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലൊക്കെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാക് അനുകൂല പോസ്റ്ററുകളാണ്. ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന തീവ്രവാദികളെയൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള, അവർക്ക് ജയ് വിളിച്ചുകൊണ്ടുള്ള, ഇന്ത്യയ്ക്കുള്ളിൽ മതപരമായ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാൻ സാധിക്കാവുന്ന, സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ പോലും സാധിക്കാവുന്ന ചില സ്ഫോടനാത്മകമായ വിവരങ്ങളടക്കമുള്ള പോസ്റ്ററുകളാണ് ദില്ലിയുടെ ഏതാണ്ട് 10ഓളം ഇടങ്ങളിൽ ഒരു സുപ്രഭാതത്തിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ കണ്ടത്. ഇതിന് പിന്നിൽ ആരാണ്? ഇതിന് പിന്നിൽ കൃത്യമായ ഭീകര സംഘങ്ങളുണ്ട് എന്ന് അന്ന് തന്നെ സൂചന ലഭിച്ചിരുന്നു. ആ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പിന്നീട് നടത്തിയത് ദില്ലി പോലീസാണ്. ആ അന്വേഷണത്തിൽ ദില്ലി പോലീസിന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വിദേശികളായ ഭീകരവാദികളാണ് ഈ പണി ചെയ്തിരിക്കുന്നത് എന്ന് അവർക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ബോധ്യമായി. പിന്നീട് ഇവർ 8 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഈ 8 പേരും വിദേശികളാണ്, ബംഗ്ലാദേശികളാണ്. അവർ അനധികൃതമായി ഇന്ത്യക്കാരെന്ന വ്യാജേന ഇന്ത്യയുടെ വ്യാജ ഐഡന്റിറ്റി കാർഡുകളും മറ്റ് രേഖകളുമെല്ലാം ഒപ്പിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി വഴി കൊൽക്കത്തയിൽ എത്തിച്ചേരുന്നു. പിന്നീട് ഇവിടെ നിന്നും അവർ പറ്റ്ന വഴി ദില്ലിയിലേക്ക് യാത്ര ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോസ്റ്റർ പതിപ്പിച്ച് തിരിച്ച് കൊൽക്കത്തയിലേക്ക് മടങ്ങുന്നത്. ഇവരെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡുകളും പരിശോധനകളുമൊക്കെ ദില്ലി പോലീസ് നടത്തിയിരുന്നു. അത് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും റെയ്ഡുകൾ നടന്നത്. ഈ റെയ്ഡുകളിലെല്ലാം വിലപ്പെട്ട തെളിവുകൾ ലഭിച്ചിരുന്നു അന്വേഷണ ഏജൻസിക്ക്. അതായത് മൊബൈൽ ഫോണുകളും മറ്റ്
ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും പാക് അനുകൂല പോസ്റ്ററുകളുടെ മിച്ചം വന്ന പോസ്റ്ററുകൾ, അതോടൊപ്പം തന്നെ മറ്റു ചില രേഖകൾ, ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വോട്ടർ ID, ആധാർ കാർഡ് ഇങ്ങനെയുള്ള വ്യാജ രേഖകളുമൊക്കെ ഈ വിശദമായ പരിശോധനകളിൽ ലഭിച്ചിരുന്നു. തുടർന്ന് 8 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് ഈ പറയുന്ന ഷബീർ അഹമ്മദ് ലോണാണ് ധാക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്ന സംഘത്തെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ഒരു സംഘം മാത്രമല്ല, ഇയാൾ കഴിഞ്ഞ 2025 ഡിസംബറിൽ ഒരു ബംഗ്ലാദേശിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നു, നുഴഞ്ഞു കയറ്റുന്നു, അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നു. അയാൾ ദില്ലിയിലെത്തി തന്ത്രപ്രധാനമായ ദില്ലിയിലെ വളരെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ സന്ദർശിക്കുകയും അവിടെ നിന്നെല്ലാം രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് വീഡിയോ ദൃശ്യങ്ങളടക്കം തിരിച്ച് ഈ ബംഗ്ലാദേശിലെ ധാക്കയിൽ പ്രവർത്തിക്കുന്ന, ധാക്ക ഒരു ബേസ് ക്യാമ്പാക്കി പ്രവർത്തിച്ചു വരുന്ന ഷബീർ അഹമ്മദ് ലോണിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഇവർ ഇന്ത്യൻ യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യാൻ, അവരെ തീവ്രവാദികളാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് പല ഭാഗങ്ങളിൽ നിന്നും നടത്തിയിരുന്നു. നിരവധി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ക്രിമിനൽ ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ തീവ്രവാദ സംഘങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുകയായിരുന്നു. ഇവരെ ഇങ്ങനെ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ ഇവരുടെ ഞരമ്പുകളിലേക്ക് കടത്തിവിട്ടുകൊണ്ട് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ അപകടം പിടിച്ച തീവ്രവാദികളാക്കി മാറ്റുകയും ഇവരെ ഒരു ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘമെന്ന നിലയിൽ നിരവധി ഇത്തരത്തിലുള്ള മോഡ്യൂളുകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസരം വന്നാൽ ഇവരെ തീവ്രവാദ ആക്രമണത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ പദ്ധതി. എവിടെയൊക്കെയാണ് ആക്രമണം നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 8 അംഗ സംഘത്തെയും അതിനു മുമ്പ് 2025 ഒരാളെയും ഇങ്ങോട്ട് അയച്ചത്. ഇവരാണ് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളും സന്ദർശിച്ച് വീഡിയോ ദൃശ്യങ്ങളടക്കം ഇയാളുടെ പക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഇയാൾ ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രചരണം അടക്കം നടത്താനുള്ള നിർദ്ദേശം നൽകുന്നു. അടുത്ത ഘട്ടത്തിൽ ഇത് ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട്, ഈ ലോക്കലി തന്നെ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തീവ്രവാദ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ നടത്തുക, ഇതൊക്കെയാണ് ഇയാളുടെ പദ്ധതി. ഇതാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ധാക്കയിലേക്ക് കടക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പദ്ധതി. ഇങ്ങനെ വളരെ ഗുരുതരമായ ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഭീകരവാദിയെ ഈ 8 അംഗ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ധാക്കയിൽ സുരക്ഷിതമായി, നമുക്കറിയാം ഇയാൾക്ക് ISIയുടെ സുരക്ഷാ കവചം പോലുമുണ്ട്, ഇങ്ങനെ ധാക്കയിൽ വളരെ സുരക്ഷിതമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഭീകരനെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലേക്ക് എത്തിക്കുകയും, ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തീർത്ത വാരിക്കുഴിയിലേക്ക് ഇയാൾ വന്നു ചാടുകയും ചെയ്തത്. പിന്നെയാണ് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ വിഭാഗം അവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് സൂചന. അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് തന്നെയാണ്. ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തു നിന്നോ ഇയാളെ ധാക്കയിൽ നിന്ന് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരികയും അവിടെയുള്ള ചെറു സംഘങ്ങളെ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരികയും ദില്ലി പോലീസിൻ്റെ പ്രത്യേക വിഭാഗം ഇവിടെ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻ്റലിജൻസ് ലെഡ് ഓപ്പറേഷൻ ആയിരുന്നു. കൃത്യമായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ നീക്കമായിരുന്നു. ആ നീക്കമാണ് ഒരു കൊടും ഭീകരനെ ഇപ്പോൾ ജയിലറകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2007 ഇയാൾ ജയിലിലാവുകയും പിന്നീട് ജാമ്യം കിട്ടി പുറത്തു പോവുകയും ചെയ്തയാളാണ്. അയാളെ വീണ്ടും ഇതാ ജയിലറകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഭീകര പ്രവർത്തനങ്ങളാണ് ഇയാൾ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടാക്കുക, നിരപരാധികളെ കൊല്ലുക, ഇതൊക്കെയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതിനുവേണ്ടി നിരവധി ആളുകളെ ഇയാൾ പരിശീലിപ്പിക്കുന്നു, ഇന്ത്യക്കകത്ത് പരിശീലിപ്പിക്കുന്നു. മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്കാരെന്ന വ്യാജേന ഇന്ത്യക്കകത്തേക്ക് സംഘാംഗങ്ങളെ അയക്കുന്നു. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യക്കാരെ റാഡിക്കലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തീവ്രവാദികളാക്കുക, ഇസ്ലാമിക തീവ്രവാദം ഇവരുടെ ഞരമ്പുകളിലേക്ക് കടത്തിവിടുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഷബീർ അഹമ്മദ് ലോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉടനീളം ഇപ്പോൾ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സജീവ സാന്നിധ്യമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഇവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അവരെ കൂടി മതം പറഞ്ഞുകൊണ്ട് അവരെ കൂടി തീവ്രവാദികളാക്കി മാറ്റി ഇന്ത്യയുടെ ഭരണകൂടത്തിനും ഇന്ത്യ എന്ന രാഷ്ട്രത്തിനുമെതിരെ വലിയ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച ഭീകരനെയാണ് ഇപ്പോൾ അതിവിദഗ്ധമായി ദില്ലി പോലീസും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് വലയിലാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.